വെൽക്കം ബാക്ക് ടു മൈ റിയാലിറ്റി. അപ്പൊ ഇന്ന് നമ്മള് നാട്ടിൽ പോവാണ്, ഞങ്ങള് നാട്ടിലേക്ക് പോവുകയാണ്. അപ്പൊ അതിന്റെ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു, ഇറങ്ങാറായിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ ടൈം 10 മണിയാ പറയാ, ഞങ്ങൾ 10 മണിക്ക് ഇറങ്ങും ഗൈസ്. യെസ്. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോയില് നമ്മൾ പോകുന്ന കാര്യങ്ങളാണ് അല്ലേ. വീഡിയോയിലേക്ക് പോകാം. അപ്പൊ നമുക്ക് 4 പെട്ടിയാണ് കേട്ടോ ഉള്ളത്. അപ്പൊ ഒരു ഹാൻഡ് ബാഗ്. ഇതാണ് നമ്മുടെ പെട്ടികളൊക്കെ. അപ്പൊ നമുക്ക് പോകാറായിട്ടുണ്ട്. നമ്മളെ കൊണ്ടയാക്കാൻ വരുന്നത് അപ്പൂസും ഉണ്ടാവും. അപ്പൊ നമ്മൾ റെഡി ആയിട്ടിരിക്കുകയാണ് കേട്ടോ. കുറച്ച് സമയം കൂടെ ഉള്ളൂ, ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇരിക്കുകയാണ്. ഇനി നമ്മൾ ഇറങ്ങി നേരെ പോകും. ഇറങ്ങാറായപ്പോഴത്തേന് എല്ലാവരും വന്നിട്ടുണ്ട് കേട്ടോ, ഞങ്ങൾ യാത്ര അയക്കാനായിട്ട്. അപ്പോൾ കുറച്ച് നേരമൊക്കെ ഇരുന്ന് ഞങ്ങൾ വർത്താനമൊക്കെ പറഞ്ഞിരുന്നു. അതിനുശേഷം നമ്മൾ ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ഇറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ്. പിന്നെ ഞങ്ങൾ ലഗേജ് കയറ്റാനായിട്ട് താഴത്തേക്ക് വന്നു. അപ്പോൾ എല്ലാവരും താഴത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പോവുകയാണ്. ഞങ്ങളിവിടെ അമ്മൂസും അമ്പിളി അപ്പൂസും ഒക്കെയാണ് വന്നത് കേട്ടോ. എല്ലാവർക്കും കൂടെ വണ്ടിയിലിരിക്കാൻ പറ്റാത്ത കാരണം ലിനുവും നിമ്മിയും വന്നില്ല. ഞങ്ങളെ യാത്രയാക്കിയിട്ട് എയർപോർട്ടിലാക്കിയിട്ട് അവർ പോവുകയാണ് കേട്ടോ. അവർ പോയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അകത്തേക്ക് കയറി കേട്ടോ. അങ്ങനെ ഞങ്ങൾ അകത്തേക്ക് കയറി. വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് വിചാരിച്ചാണ് അകത്തേക്ക് ചെന്ന് നമ്മൾ ചെക്ക് ഇൻ ചെയ്യുന്ന സ്ഥലത്തേക്ക് ചെന്നപ്പോഴത്തേനും അത്യാവശ്യം നല്ല ക്യൂ ആയിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ ഇച്ചിരി നേരത്തെ തന്നെ ഇറങ്ങി, എന്നാലും നല്ല ക്യൂ ഉണ്ടായിരുന്നു. അങ്ങനെ ഇതായിരുന്നു നമ്മുടെ ചെക്ക് ഇൻ ചെയ്യുന്ന സ്ഥലം. അപ്പോഴേ ഞങ്ങൾ ക്യൂവിലാണ്. ഞങ്ങൾ ചെക്കിങ് ഒക്കെ കഴിഞ്ഞ് ഇറങ്ങി ഇതേ ഡ്യൂട്ടി ഫ്രീയിൽ കയറിയേക്കുവാണ് കേട്ടോ. ഡ്യൂട്ടി ഫ്രീ അവിടെ കുറച്ച് ഇറങ്ങിയതിന് ശേഷം നമ്മൾ ഗേറ്റ് നമ്പർ അന്വേഷിച്ചിറങ്ങി. ഗേറ്റ് നമ്പർ പോയി ഇരിക്കാമെന്ന് വിചാരിച്ച് അവിടെ പോയി. അന്നേരമാണ് വെള്ളമില്ലാത്ത അരി ഓർത്തത്. അപ്പോൾ വെള്ളവും കൂടെ മേടിച്ചിട്ട് പോകാമെന്ന് കരുതി കയറി. വെള്ളം മേടിക്കാൻ കയറി കഴിഞ്ഞപ്പോഴത്തേനും ബുക്സുകൾ ഇങ്ങനെ ഇരിക്കണ കാണുമ്പോൾ മാളു അവിടെ ചെന്ന് നോക്കുകയാണ് കേട്ടോ. മാളുവിന് ഇങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് ലൈബ്രറി പോലുള്ള സ്ഥലങ്ങളൊക്കെ. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അതേ പലതരത്തിലുള്ള സാധനങ്ങളുണ്ട്. ഇങ്ങനത്തെ കുഞ്ഞി ഡയറിയൊക്കെ മാളുവിന് ഭയങ്കര ഇഷ്ടമാണ്. അതൊക്കെ ഇവിടെ കണ്ടാലും അപ്പോൾ തന്നെ എടുത്ത് നോക്കും കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. പിന്നെ നമ്മൾ പോണ വഴിയൊക്കെ അതേ ഇതുപോലത്തെ ഷോപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. ഇനി നമ്മൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഗേറ്റ് നോക്കി നമുക്ക് അങ്ങോട്ട് പോകാം കേട്ടോ. ഞങ്ങൾ ചെക്കിങ് ഒക്കെ കഴിഞ്ഞ് ഗേറ്റിലേക്ക് പോവുകയാണ്. നടന്നു പോകുന്ന സമയത്ത് ഇത് കണ്ടപ്പോൾ എന്നാൽ ഇതിൽ കയറി ഒരു ഷോർട്സൊക്കെ പിടിക്കാമെന്ന് വിചാരിച്ചത് ഇങ്ങോട്ടും ഓടി കയറിയിട്ടാ. ഞങ്ങൾ വന്നപ്പോഴത്തേനും സൈഡിലും പുറത്തൊക്കെ ഉള്ള കസേരകൾ ഫില്ലായിരുന്നു. നമുക്ക് കുറേ സമയമുണ്ട്, ഇനി 2-2.5 മണിക്കൂറോളം ഉണ്ട്. അങ്ങനെ നോക്കിയപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഒരു കസേര ഫ്രീ ഉണ്ട് കേട്ടോ. ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ കയറി അവിടെ ഇരുന്നു. അങ്ങനെ ഒരു 2.5 മണിക്കൂറോളം ഇവിടെ തന്നെ ഇരുന്ന് സമയം ചിലവഴിച്ചു കേട്ടോ. അപ്പോഴത്തേനും നമുക്ക് കോള് വന്നു, ഗേറ്റിലേക്ക് കടത്തി വിടാനുള്ള സമയമായി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഗേറ്റിൽ വന്നിരുന്നു. ഇനി അധികം സമയമൊന്നും എടുക്കില്ല കേട്ടോ. അങ്ങനെ ഇവിടുത്തെ ചെക്കിങ്ങൊക്കെ കഴിഞ്ഞ് ഗേറ്റിലെ ചെക്കിങ്ങൊക്കെ കഴിഞ്ഞ് ഫ്ലൈറ്റിലേക്കുള്ള കയറണ നടപ്പാതയാണ് കേട്ടോ ഇത്. പിന്നെ നമ്മൾ ആ കാണുന്നതാണ്. കുറച്ച് നടക്കാനുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ എത്താറായി, ഫ്ലൈറ്റിലേക്ക് എത്താറായി. ഫ്ലൈറ്റിൽ കയറി ഫ്ലൈറ്റ് എടുത്ത് കഴിഞ്ഞപ്പോൾ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് ഞങ്ങളവർ വിളിച്ച് എഴുന്നേൽപ്പിച്ചത് ഇതാ ഫുഡ് തന്നെ കേട്ടോ. ഒമാനി ഫുഡായിരിക്കുന്നു തോന്നുന്നു. എഗ്ഗിൻ്റെ ഒരു സംഭവം സാൻഡ്വിച്ച് എന്നും പറഞ്ഞിട്ടാണ് തന്നേക്കുന്നത്. അങ്ങനെ ഞങ്ങളതൊക്കെ കഴിച്ച് ഒരൊറക്കം കൂടെ കഴിഞ്ഞപ്പോൾ ഒരു 4 മണി ആയപ്പോൾ ഉള്ള കാഴ്ചയാണ് കേട്ടോ ഇത്. ഒരു 4 മണി ആയപ്പോഴത്തേനും 4 മണി 4:30 ആയപ്പോഴത്തേനും ആയിരുന്നു അത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങളൊരൊറക്കൊക്കെ കഴിഞ്ഞെത്തിയപ്പോഴത്തേനും നമ്മൾ കേരളത്തിലേക്ക് എത്താറായിട്ടുണ്ട്. ഏകദേശം എത്താനുള്ള ഒരു അനൗൺസ്മെൻറ്റ് വന്നപ്പോഴത്തേനും പതിയെ ഞങ്ങൾ എഴുന്നേറ്റ് നോക്കിയപ്പോൾ ഇതാണ് കേട്ടോ അവിടെ അന്നേരത്തെ ഒരവസ്ഥ. അങ്ങനെ മേഘങ്ങളുടെ ഇടയിൽ കൂടിയൊക്കെ നമ്മളിറങ്ങി. കുറച്ച് മഴക്കാറുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. ഇടയിൽ ഒരു ഭാഗം ചെന്നപ്പോഴത്തേനും കുറച്ച് ഇരുട്ട് ഫീൽ ചെയ്തായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് മഴക്കാറുണ്ടായിരുന്നു എന്ന് തോന്നണേ. അപ്പോൾ കണ്ടോ, ഇതാ
പതിയെ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് കണ്ണടച്ചിരിക്കുന്നതാണ് കേട്ടോ. അതിൽ ആദ്യം ചെയ്തപ്പോഴത്തേനും മഴ പെയ്തിട്ടുണ്ട്, അതാണ് ചില്ല് നിറച്ച് വെള്ളം. അങ്ങനെ ഞങ്ങളിതാ കേരളത്തിലെത്തി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അവിടുത്തെ ചെക്കിങ്ങും കാര്യങ്ങളും കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് നമ്മൾ ലഗേജും എടുക്കുകയാണ് കേട്ടോ. അപ്പം അച്ഛനും അമ്മയാണ് വരാമെന്ന് പറഞ്ഞിരിക്കുന്നത്. അവർ വന്ന് പുറത്ത് വെയിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ പിക്ക് ചെയ്യാനായിട്ടുള്ളടത്തേക്ക് വരാൻ പറഞ്ഞ് നമ്മൾ കോൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ദേ അച്ഛനും അമ്മയും വരുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഒരു ഫ്ലൈറ്റ് യാത്രയായിരുന്നു. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.